ട്രെയിൻ ടു ബുസാൻ എന്ന മാസ്റ്റർ പീസ് സിനിമയുടെ ഡയറക്ടറിന്റെ പടം ഇറങ്ങിയിരിക്കുകയാണ്, കോളനി. ഈ ഒരു പടം എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ ഇല്ലയോ എന്നതിന്റെ ഉത്തരവാണ് ഞാൻ പറയാൻ പോണത്. ഒരു തിരക്കേടില്ലാത്ത എക്സ്പീരിയൻസ്. ഒരു ബിൽഡിങ്ങിനകത്ത് നടക്കുന്ന ഒരു സോംബി സർവൈവൽ സ്റ്റോറിയാണ്. ഈ പടത്തിന് ഐഡിയ കൊള്ളാം, ആക്ച്വലി ഒരു ഡിഫറെന്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് വട്ടം കണ്ട കുറേ സോംബി പടങ്ങളുടെ ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ പടത്തിന്റെ. അത്രയും ടിപ്പിക്കൽ ക്ലീശ സാധനങ്ങളാണ് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്. അതാണ് ഈ പടത്തിന് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് നെയിൽ ബൈറ്റിംഗ് മൊമെന്റ്സ് തരുന്നുണ്ട്, ടെൻഷൻ തോന്നുന്ന മൊമെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, കുറെ നൈസ് മൊമെന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നല്ല രീതിയിൽ പ്രഡിക്റ്റബിൾ ആയ കുറെ നിമിഷങ്ങളുണ്ട്. പക്ഷെ അതല്ലാണ്ട് ഈ പടത്തിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി ബ്രില്യൻ്റ് ആയിരുന്നു. മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, സൗണ്ട് ഡിസൈൻ, അതേപോലെ പ്രൊഡക്ഷൻ ഡിസൈൻ, ആൻഡ് നമുക്ക് ആ ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ കിട്ടില്ലേ ബിൽഡിങ്ങിനകത്ത് ഇവർ പെടുമ്പോൾ, ആ ഒരു ഫീലിംഗ് നല്ല രീതിയിൽ നമുക്ക് തോന്നും. അതേപോലെ സോംബിയുടെ ഡിസൈനിങ്ങും അതേപോലെ അറ്റ്മോസ്ഫിയർ ഒക്കെ നന്നായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസും ഒക്കെയായിരുന്നു. പിന്നെ ഇമോഷണൽ ഡെപ്ത് ഈ പടം നല്ല രീതിയിൽ ലാക്ക് ചെയ്യുന്നുണ്ടായി. എനിക്ക് ആകെ ഈ പടത്തിലൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തത്, ഇതിനകത്തൊരു ഹൈസ്കൂൾ പെൺകുട്ടിയുണ്ട്, ഒരു ബുള്ളി ചെയ്യപ്പെടുന്ന ഹൈസ്കൂൾ പെൺകുട്ടി. ആ ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ ഈ പടത്തിന്റെ ഫീമെയിൽ ലീഡ് ക്യാരക്ടറും, എനിക്ക് ഇവരോട് മാത്രമാണ് ഈ പടത്തിൽ ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തത്. പക്ഷെ അതല്ലാണ്ട് ഈ പടത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരോടൊന്നും നമുക്കൊന്നും തോന്നില്ല, അവരൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വില്ലനും കൊള്ളായിരുന്നു. പക്ഷെ വില്ലനും അവർ പ്രത്യേകിച്ച് കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അത്യാവശ്യം ഭയങ്കര സ്ട്രോങ് ആയ ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിട്ടാണ് തോന്നിയത്. അതാണ് ഈ പടത്തിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എത്താത്തതിന് ഏറ്റവും വലിയ മെയിൻ റീസൺ. ഓവറോൾ പറഞ്ഞ ഒരു വൺ ടൈം വാച്ച് ഒരു സോംബി പടം കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പക്ഷെ നിങ്ങൾ ട്രെയിൻ ടു ബുസാൻ അന്ത ലെവലെ പടം ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. അതിന്റെ ഒരു 7 അയലത്തെത്തിയിട്ടില്ല തന്നെ പറയേണ്ടി വരും. അതൊരു ഹൈ ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു പടം തന്നെയായിരുന്നു. അത് ഇനി ആ ഡയറക്ടറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ കൊള്ളാം. പക്ഷേ ഏതായാലും ഇപ്പോൾ ഈ ഒരു സിനിമയോട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് കോളനി എന്ന പടം കണ്ട് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമന്റ്സിൽ ആഡ് ചെയ്യുക. എനിക്ക് ഏതായാലും ഒരു ആവറേജ് ഒരു സോംബി പടം കണ്ടൊരു ഫീലാണ് കിട്ടിയത്.